Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവർക്കും വട ഇഷ്ടമാണ്, അതായത് ഉഴുന്നുവടയൊക്കെ കഴിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ അത് ഉണ്ടാക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് അങ്ങനത്തെ ഒരുപാട് പണികളാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു ഉഴുന്നുവടയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഉഴുന്നുവട കഴിക്കുന്ന അതേ സ്വാദുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്ന ബ്രെഡ് കുറച്ച് ഈ 50-50 എന്നാണ് പറയുക. അതായത് വൈറ്റ് ബ്രെഡിൻ്റെയും വീറ്റ് ബ്രെഡിൻ്റെയും പകുതി ആയിട്ടുള്ളൊരു ബ്രെഡാണ്. അപ്പോൾ ഇത് പ്യുവർ ആയിട്ടുള്ള വൈറ്റ് ബ്രെഡ് അല്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അരിവൊന്നും കളയേണ്ട കാര്യമില്ല. സാധാരണ നമ്മൾ അരിവൊക്കെ കളയാൻ പറയും. പക്ഷേ ഈ വട മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് വെളുത്തിരിക്കേണ്ട ഒരു റെസിപ്പി അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു അരിഭാഗം കൂടെ നമുക്ക് ഇതിനകത്ത് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒത്തിരി ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 2 ബാച്ചായിട്ട് വേണം മിക്സിയിൽ ഈ ബ്രെഡ് പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 4 എണ്ണല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ഒരൊറ്റ ട്രിപ്പ് ഇത് പോകും. കാരണം ഒത്തിരി നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇതാ ഞാനത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കത്തിട്ട് വരാം. ഇതാപ്പ് കണ്ടോ, ഇതേപോലെയാണ് മിക്സിയിൽ എനിക്ക് പൊടിച്ച് വന്നിട്ടുള്ളത്. ശരിക്കും നല്ല ബ്രെഡ് ക്രംസ് ഒക്കെ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ബ്രെഡ് ക്രംസ് ഒക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരത്തില്ലേ, അതേപോലെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പൊടിച്ചെടുത്ത 4 ബ്രെഡ് ക്രംസും ഈ ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് വറുക്കാത്തതോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. റവയും ഇതേ അളവ് തന്നെയാണ്. 3 ടേബിൾ സ്പൂണോളമുള്ള റവ ചേർത്ത് കൊടുക്കാം. ഇത് വറുക്കാത്ത റവ തന്നെയാണ്. വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു റവ ചേർക്കുന്നത് ചെറുതായിട്ടൊരു തരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ റവയും കൂടെ ചേർത്താലാണ് ഒരു രുചിയുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ചേർത്തത് 1/4 കപ്പോളമുള്ള സവോള, ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ഇഞ്ച് ഓളം വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ കുരുമുളകാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കുരുമുളക് ചതച്ചത് ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരു 1/4 ടീസ്പൂണോ കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇല്ലാതെ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് കറിവേപ്പില മസ്റ്റായിട്ടും ചേർക്കണം. ആ ഫ്ലേവറൊക്കെ ഉഴുന്നുവടയ്ക്ക് കൊടുക്കുന്നത് കറിവേപ്പിലും കൂടെയാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം കറിവേപ്പില ചേർക്കുന്നോ അത്രത്തോളം സ്വാദ് കൂടുതലാണ് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കറിവേപ്പിലൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിശുക്കി ഇടുന്നത്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പോളമുള്ള തൈരാണ്. ഞാനിവിടെ മൊത്തം ഒരു 3/4 കപ്പോളമുള്ള തൈര് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് പോരായ്മ വരുമ്പോഴാണ് ഞാൻ ഒരു 1/4 കപ്പും കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം 1/2 കപ്പ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും നല്ലത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അളവൊക്കെ ഒന്ന് അറിയത്തുള്ളൂ. അപ്പോൾ അതാ ഞാൻ കൈയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പറ്റുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തൈര് ചേർക്കാം. ഇതാ അപ്പോൾ കുഴച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ തൈരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/4 കപ്പോളമുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ തൈര് തന്നെയാണ് ചേർക്കുന്നത്, അല്ലാതെ വെള്ളം ചേർത്തിട്ടല്ല കുഴച്ചെടുക്കുന്നത്. തൈരും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മൾ സാധാരണ ഉഴുന്നുവടയ്ക്ക് ഒരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പുളി നമുക്ക് ഇവിടെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് കൊണ്ട് ഈ ബ്രെഡ് കുഴയ്ക്കുന്നത്. ഒപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടും. ഇനി ഇതാ ഞാൻ നമ്മുടെ ഒരു ഉഴുന്നുവടയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഇതൊക്കെ കുഴച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഏകദേശം ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. കാരണം ബ്രെഡും തൈരും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ബ്രെഡ് തൈരൊക്കെ ഒന്ന് നന്നായി കുടിക്കും. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ചിലപ്പോൾ ഈ ബ്രെഡ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ അല്പം വെള്ളം കയ്യിലെടുത്തിട്ട് ഒന്ന് തളിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു നമ്മൾ വടയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കയ്യിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ
ഇച്ചിരി എണ്ണ തടവാം. പക്ഷെ ഞാൻ അല്പം വെള്ളമാണ് കയ്യിൽ, നല്ല തണുത്ത വെള്ളം 2 കയ്യിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ട് വടയുടെ ഷേപ്പിൽ അങ്ങ് എടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ ഉണ്ടാക്കുന്ന ഉഴുന്ന് വടയേക്കാളും നമുക്ക് എളുപ്പമാണ് ഈ ഒരു വട. ഇതിനൊക്കെ ഒരു ഗ്രിപ്പുള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു വടകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ വടയുടെ വലുപ്പമൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് വടയാണ് എടുത്തിട്ട്, ഒരു മീഡിയം സൈസായിട്ടുള്ള വട, എന്നിട്ട് നടുക്കിൽ ചെറിയൊരു ഇങ്ങനെ ഓട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വട ഇവിടെ റെഡിയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞ പോലെ വലുപ്പത്തിലൊക്കെ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമില്ല. നമുക്ക് സാധാരണ വട ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം എടുത്തത് ഒരു കുഞ്ഞ് വടയാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് നമുക്കിതിനകത്ത് ഓട്ടയൊക്കെ ചെറുതാക്കിയോ വലുതാക്കിയൊക്കെ കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ ആദ്യം എടുത്ത വടയേക്കാളും അല്പം കൂടെ വലുപ്പത്തിലാണ് വട എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഈ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ തുള ഇടാനൊക്കെ അല്ലെങ്കിൽ ഓട്ട ഇടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അതിങ്ങനെ ഉഴുന്നായതുകൊണ്ട് കുറച്ച് വഴുവഴുപ്പൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. നല്ല ഡ്രൈ ആയിട്ടും എന്നാൽ ആവശ്യത്തിനുള്ള രീതിയിലുമാണത് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു വലിപ്പത്തിലുള്ള വടയും റെഡിയാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ ആദ്യം ഒരു 4 വടയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിനകത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ചൂടെന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ എണ്ണ ചൂടാക്കാനും ആ എണ്ണയിലേക്ക് വേണം നമ്മുടെ ഈ ഒരു വട ഇട്ട് കൊടുക്കാനും. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വട ഇട്ട് കൊടുക്കരുത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറമൊക്കെ നമുക്ക് നല്ല ഭംഗിയിലൊക്കെ കിട്ടും. കളറൊക്കെ ശരിക്കും നമ്മുടെ ഉഴുന്നുവടയുടെ പോലെയൊക്കെ കിട്ടും. പക്ഷെ അകം വെന്ത് വരത്തില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ എണ്ണ വെക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് ഫ്രൈ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി എണ്ണ എടുത്തിട്ട് അതിനകത്ത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വറുത്ത് കോരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. മുങ്ങിക്കെടുക്കുന്ന രീതിയിലൊന്നും ഞാൻ എണ്ണ എടുത്തിട്ടില്ല. വളരെ കുറച്ച് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് അല്പം എണ്ണയൊക്കെ ഇതുപോലെ ഒന്ന് മേലേക്ക് ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് പെട്ടെന്ന് ഒരുപോലെ ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ നിറം മാറുന്നത് വരെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ നിറമൊക്കെ മാറി കഴിയുമ്പം ഒന്ന് കാണിക്കാം. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു സൈഡ് തന്നെ ഫുള്ള് കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതാ ഇനി ഞാനതൊന്ന് വറുത്ത് കോരാണ്. അപ്പോൾ ഞാൻ കാണിക്കാം. കണ്ടോ, നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള വട ഇവിടെ റെഡിയാണ്. ഇത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയത്തേ ഇല്ല. ഇത് കഴിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല, ഉണ്ടാക്കുന്ന ആൾക്ക് മാത്രമേ ഇത് ബ്രെഡ് കൊണ്ടാണെന്ന് മനസ്സിലാവത്തുള്ളൂ. കാരണം ഇതിൻ്റെ സ്വാദെന്ന് പറയുന്നത് ശരിക്കും ഉഴുന്നുവടയുടെ സ്വാദ് തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പലഹാരങ്ങളൊന്നും ഇല്ല, 4 മണിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ അല്പം ഇതിന് മെയിനായിട്ട് വേണ്ടത് ബ്രെഡും അതുപോലെ തന്നെ തൈരും ഒക്കെയാണ്. അപ്പോൾ ഇതും രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബ്രെഡൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു വീറ്റ് ബ്രെഡൊക്കെ മേടിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ വട ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയാണ്. ഇനി അടുത്ത ബാച്ചും കൂടെ ഞാൻ ഇട്ടിട്ട് വറുത്ത് കോരിയിട്ട് വരാം. ഇതാ അപ്പം ഞാൻ വട വറുത്ത് കോരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു 10 എണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ എടുത്ത അളവിന് വെച്ചിട്ട് ഒരു 4 കഷ്ണം ബ്രെഡ് വെച്ചിട്ട് ഇതാ. അപ്പം നല്ല മൊരിഞ്ഞ വടയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. ഉള്ളാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചായക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഡിഷാണ്. പിന്നെ ബ്രെഡൊക്കെ ഇനിയിപ്പോൾ ചിലപ്പോൾ ഡേറ്റൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് കഴിയുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ടൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ അത് ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.